നമസ്കാരം. ടാൻഡം PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട നമുക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ സിലബസും അതേപോലെ ടെൻറ്റേറ്റീവ് ഡേറ്റ്സും ഒക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു സ്റ്റഡി പ്ലാന് തരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. നമുക്കറിയാം നമ്മൾ ഒരുപാട് പരീക്ഷയ്ക്ക് ഒരുപാട് പഠിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ പഠനം എവിടെയും എത്താത്തത് ഒരു കൃത്യമായ പ്ലാൻ ഇല്ലാതെ നമ്മൾ പഠിച്ചത് കൊണ്ടാണ്. അപ്പോൾ എപ്പോഴൊക്കെ എന്തൊക്കെ പഠിക്കണം, എങ്ങനെ റിവൈസ് ചെയ്യണം, ഓരോ സബ്ജക്റ്റിലും എത്ര സമയം എത്ര ദിവസം മാറ്റി വെക്കണം തുടങ്ങിയ നിങ്ങൾ ഈ ഒരു പഠനത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രിലിംസ് പ്ലസ് മെയിൻസിനുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് ഇവിടെ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ട് ഈ ഒരു പ്ലാനിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ലിസ്റ്റ് വരുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു 100 റാങ്ക് തന്നെ നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ടാൻഡം PSC എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ഈ ഒരു ക്ലാസ്സിൻ്റെ ഞാൻ PDF ടാൻഡം PSC എന്ന ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യും. അപ്പോൾ ആരും ഇതിൻ്റെ ഇടയിൽ എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ PDF കിട്ടാൻ വേണ്ടി ടാൻഡം PSC എന്ന ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് അംഗമാവുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നമുക്കറിയാം, ഒരു കംപ്ലീറ്റ് സ്റ്റഡി പ്ലാനാണ് ഇവിടെ തരാൻ പോകുന്നത്. എപ്പോഴൊക്കെ പഠിക്കാൻ പറ്റിയ സമയം എപ്പോഴാണ്, റിവൈസ് ചെയ്യാൻ പറ്റിയ സമയം എപ്പോഴാണ്, എങ്ങനെയാണ് റിവിഷൻ്റെ സ്ട്രാറ്റജി എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്കിപ്പോൾ PSC തന്ന ഡേറ്റ് പ്രകാരം മെയ് ടു ജൂലൈ ആണ് ഇപ്പോൾ PSC പ്രിലിംസിൻ്റെ ഡേറ്റ് ഏകദേശം പറഞ്ഞിട്ടുള്ളത്. അതേപോലെ മെയിൻസിൻ്റെ ഡേറ്റ് ആണെങ്കിൽ തന്നിട്ടുള്ളത് ഓഗസ്റ്റ് ടു ഒക്ടോബർ ആണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആ ഒരു ഡേറ്റ് കണ്ടുകൊണ്ടുള്ള ഒരു സ്റ്റഡി പ്ലാനാണ്. 2 പ്ലാനായിട്ടാണ് ഞാൻ തരുന്നത്. ഒന്ന്, നമുക്ക് ഏപ്രിൽ 30 വരെ ഒരു പ്ലാൻ, ജനുവരി 15 മുതൽ, ഇപ്പോൾ ജനുവരി 14 ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴേക്കും ജനുവരി 15 16 ആകും. ഏകദേശം ഒരു ജനുവരി 16 മുതലുള്ള ഒരു പ്ലാനാണ് നമ്മൾ തരാൻ പോകുന്നത്. ജനുവരി 16 മുതൽ ഏപ്രിൽ 30 വരെ ഒരു പ്ലാന്, പിന്നെ മെയ് 1 മുതൽ ജൂലൈ 31 വരെ ഒരു പ്ലാന്. ഓഗസ്റ്റ് ടു ഒക്ടോബർ ആണ് എക്സാം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സാം അങ്ങോട്ട് നീളുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ പ്ലാനിനേക്കാൾ കൂടുതൽ ടൈം കിട്ടും. നമുക്ക് കറക്റ്റ് ഓഗസ്റ്റിൽ എക്സാം നടക്കും, ഓഗസ്റ്റ് ഒക്ടോബർ പറഞ്ഞതുകൊണ്ട് ഓഗസ്റ്റിൽ എക്സാം നടക്കും എന്നുള്ള രീതിയിലുള്ള ഒരു പ്ലാനാണ് തന്നിട്ടുള്ളത്. അത് പ്രകാരം നമുക്ക് പഠനം ചിട്ടപ്പെടുത്താം. ഓഗസ്റ്റിന് ശേഷമാണ് എക്സാം നടക്കുന്നത്, ഒക്ടോബറിലൊക്കെയാണ് എക്സാം നടക്കുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ ടൈം കിട്ടുമെന്ന് മാത്രം. നമ്മളിപ്പോൾ ഓഗസ്റ്റിൽ തന്നെ എക്സാം നടക്കും എന്നുള്ള ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ക്രമീകരണമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ആ രീതിയിലാണ് നമ്മളിത് നൽകുന്നത്. നമുക്ക് ആദ്യം നോക്കേണ്ടത് നമ്മൾ എപ്പോഴൊക്കെയാണ് പഠിക്കേണ്ടത്, രാവിലെ എപ്പോൾ എഴുന്നേൽക്കണം, എപ്പോഴാണ് പഠിക്കേണ്ടത്, റിവൈസ് ചെയ്യാൻ പറ്റിയ സമയം എപ്പോഴാണ്, അതാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് പരമാവധി ഒരു 4 മണിക്ക് എല്ലാവരും എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു 4 മണിക്കെങ്കിലും എഴുന്നേറ്റ് പഠിക്കുക. കുറച്ച് കാലത്തേക്കല്ലേ, നമ്മൾ ഈ ഒരു എക്സാം വരെ നമ്മളൊന്ന് കഷ്ടപ്പെടാൻ വേണ്ടി, എന്താ പറയുക, നന്നായി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ റെഡി ആവണം. എങ്കിലേ നമുക്ക് ഈ ഒരു ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഒരു 4 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്കറിയാം 4 മണി മുതൽ 6 മണി വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ പഠിക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. പ്രത്യേകിച്ച് ശബ്ദ കോലാഹലങ്ങളും വാഹനങ്ങളുടെയോ പക്ഷികളുടെയോ ഒന്നും ശബ്ദങ്ങളും കോലാഹലങ്ങളും ഒന്നും ഇല്ലാത്ത നല്ല കാമായിട്ടുള്ളൊരു ടൈമായിരിക്കും അത്. നമ്മൾ തന്നെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് നിന്ന് മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആയിരിക്കുന്ന ആ ഒരു സമയം പഠിക്കാൻ പറ്റിയൊരു സമയമാണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങളൊരു 4 മണിക്ക് എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു 4 മണി ടു 4:15 റൂട്ടീൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 4:15 തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുക. 4:15 മുതൽ 4:45 വരെ നിങ്ങൾ റിവിഷൻ ചെയ്യുക. തലേ ദിവസം പഠിച്ചത്, അതിന് മുമ്പത്തെ ദിവസം പഠിച്ചത്, ഒരു 3 ദിവസം വരെ പഠിച്ചത് നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, ഒരു അരമണിക്കൂർ കൊണ്ട് 3 ദിവസം പഠിച്ചത് റിവൈസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ നോട്ട്സ് വെച്ചിട്ടാണ് പഠിക്കുന്നതെങ്കിൽ, മിക്കവാറും നോട്ട്സ് അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എന്ത് വെച്ചിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇനി റിവൈസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്ന ചില ഫാക്ട് ഉണ്ടാകും. പ്രത്യേകിച്ച് ഇപ്പോൾ കമ്പ്യൂട്ടർ ബേസിക്സ് പഠിക്കുകയാണ്. കീബോർഡ് ഇൻപുട്ട് ഡിവൈസ് ആണ് നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് ചാൾസ് ബബേജ് ആണ് നിങ്ങൾക്കറിയാം. അത് ഇനി ഒരു കാലത്ത് നിങ്ങളെ മൈൻഡിൽ നിന്ന് പോകില്ല, നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു ടോപ്പിക്. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, ഒരു ക്വസ്റ്റ്യനും ആൻസറും ആണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനും ആൻസറും നിങ്ങൾ നോട്ട്സിൽ അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട്സിൽ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒരു ചുവന്ന മഷിയുടെ ഒരു റെഡ് ഇങ്ക് പെൻ എടുത്തിട്ട് അതങ്ങോട്ട് വെട്ടിക്കളയാം. പിന്നെ അത് റിവൈസ് ചെയ്യേണ്ട ആവശ്യമില്ല.
അങ്ങനെ നിങ്ങൾക്ക് ഇനി മറക്കൂല, ഒരിക്കലും മറക്കൂല എന്ന് ഉറപ്പുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ വരും. അതെല്ലാം സ്ട്രൈക്ക് ഔട്ട് ചെയ്യുക. അതേപോലെ ചില സാധനങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പെട്ടെന്നൊന്നും മറന്നു പോകില്ല. അപ്പോൾ ഇന്ന് പഠിച്ചത് മറ്റന്നാളൊന്നും റിവൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ മറന്നു പോയേക്കാം. ഏതായിരുന്നാലും ഇപ്പോൾ ഇത് റിവൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ തോന്നുന്നതാണെങ്കിൽ നിങ്ങളൊരു ബ്ലൂ ഓർ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് അതൊന്ന് സ്ട്രൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലൊന്ന് മാർക്ക് ചെയ്യാം. ആ രീതിയിൽ നിങ്ങൾ പോന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവിഷൻ അധികം കാര്യങ്ങളൊന്നും പഠിക്കാനുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ മാക്സിമം ഈ ഭാഗം കവർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഓരോ പ്രാവശ്യം റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിനി മറക്കൂല എന്ന്. അപ്പോൾ ആ സമയത്ത് അത് കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് മാർക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞതുപോലെ മാർക്ക് ചെയ്തിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമുക്ക് 4:45 ടു ഒരു 5:45 ഒരു ഏതെങ്കിലും ഒരു ടോപ്പിക്, ഒരു ന്യൂ ടോപ്പിക്കാണ് നമ്മളവിടെ ആ സമയത്ത് പഠിക്കാൻ നല്ലത്. ഒരു പുതിയ ടോപ്പിക്ക് പഠിക്കാൻ പറ്റിയൊരു സമയമാണ്, നല്ല മൈൻഡൊക്കെ റീഫ്രഷ് ആയിക്കുന്ന ഒരു ടൈമാണല്ലോ അല്ലേ. 5:45 മുതൽ ഒരു 6:15 വരെ 30 മിനിറ്റ് നിങ്ങൾക്കൊരു ബ്രേക്കാണ്. ആ സമയത്ത് നിങ്ങൾക്ക് പിന്നെ പ്രഭാത പ്രാർത്ഥനകൾ നിർവഹിക്കുന്ന ആളുകൾക്ക്, അതേപോലെ ഒരു ചായ കുടിക്കണം എന്ന് തോന്നുന്ന ആളുകൾക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മൈൻഡ് ഒന്ന് റീഫ്രഷ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയൊരു സമയമാണ് 5:45 ടു 6:15. 6:15 ടു 7:15 ഒരു മണിക്കൂർ വീണ്ടും നമ്മളൊരു പുതിയ ടോപ്പിക്ക് പഠിക്കുകയാണ്, ഒരു ന്യൂ ടോപ്പിക്ക് പഠിക്കുകയാണ്. ന്യൂ ടോപ്പിക്ക് 2 എന്ന് പറയും. ന്യൂ ടോപ്പിക്ക് 1 നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ ന്യൂ ടോപ്പിക്ക് 2 പഠിക്കുന്നു. പിന്നെ 7:30 മുതൽ 8 മണി വരെ ഒരു അരമണിക്കൂർ സമയമുണ്ട്. ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം വെക്കാബുലറി പഠിക്കുക. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് മലയാളം വെക്കാബുലറി ഒരു ദിവസം ഇരുന്ന് കുറേ പഠിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുക ഡെയിലി കുറച്ച് വീതം പഠിക്കുക. ഒരു 5-10 വെക്കാബുലറി വെച്ചിട്ട് ഡെയിലി പഠിക്കുക എന്നുള്ളതാണ്. ഒന്നുകിൽ ഒരു ദിവസം തന്നെ ഈ 30 മിനിറ്റിൽ 15 മിനിറ്റ് ഇംഗ്ലീഷിനും 15 മിനിറ്റ് മലയാളത്തിനും മാറ്റി വെക്കുക. അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇന്ന് ഒരു ഇംഗ്ലീഷ് ആണെങ്കിൽ നാളെ മലയാളം പഠിക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. രണ്ടായിരുന്നാലും ഒരു ദിവസം ഈ 30 മിനിറ്റ് ഈ 2 സബ്ജക്റ്റിന് വേണ്ടി മാറ്റി വെക്കുക. 7:30 ടു 8 മണി മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്, ഒന്നുകിൽ രണ്ടും ഒരു ദിവസം തന്നെ പഠിക്കുക, അല്ലെങ്കിൽ 1-2 ദിവസങ്ങളിൽ മലയാളവും ഇംഗ്ലീഷും പഠിക്കുക. വെക്കാബുലറി പഠിച്ചിട്ട് അത് സെറ്റാക്കി പോവാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതൊരു വർക്കിംഗ് ഡേക്കുള്ള ഒരു ഷെഡ്യൂളാണ് കേട്ടോ. ഒരു ജോലിക്കൊക്കെ പോകുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഷെഡ്യൂളാണ്. ഒരു 8 മണിയാകുമ്പോഴേക്കും ആൾ ഫ്രീ ആവും. പിന്നെ ജോലിക്കൊക്കെ പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ആ രീതിയിലുള്ള ഒരു പ്ലാനാണ്. അല്ലാത്തത് പിന്നെ ഹോളിഡേ പ്ലാൻ വേറെ തരുന്നുണ്ട്, വീട്ടമ്മമാർക്കൊക്കെ പറ്റിയ പ്ലാൻ വേറെ തരുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ശേഷത്തെ ഷെഡ്യൂൾ നമ്മൾ നോക്കുമ്പോൾ രാത്രി ഒരു 8 മണിയോട് കൂടി നമ്മളൊന്ന് ഫ്രീ ആവുക. ഡിന്നറൊക്കെ അതിന് മുമ്പ്, സപ്പർ അതിന് മുമ്പ് കഴിച്ചിട്ട് ഒരു 8 മണിയാകുമ്പോഴേക്ക് ഒന്ന് ഫ്രീ ആവുക. 8 ടു 9 മണി ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ടോപ്പിക് എടുക്കുക. നമ്മൾ മെയിൻസിനുള്ള സ്പെഷ്യൽ ടോപ്പിക്കാണ്. നമുക്ക് അറിയാം, നമുക്ക് പിന്നെ പ്രിലിംസ് കഴിഞ്ഞാൽ മെയിൻസിനൊക്കെ അധികം സമയം കിട്ടില്ല. ഈ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറഞ്ഞാലൊക്കെ പുതിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ നന്നായി പഠിക്കേണ്ട ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ അതിന് ഒരു മണിക്കൂർ നമ്മളിവിടെ മാറ്റി വെക്കണം ഡെയിലി പ്രിലിംസിന് പഠിക്കുന്നതിനിടയിൽ തന്നെ. അപ്പോൾ ഇവിടെ ഒരു 8 മണി മുതൽ 9 മണി വരെ നിങ്ങൾ പഠിക്കേണ്ടത് സ്പെഷ്യൽ ടോപ്പിക്കാണ്. അത് സമയം ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാതൊക്കെ നിങ്ങളുടെ വിഷയം. അതായിരുന്നാലും ഒരു ദിവസം ഒരു 45 മിനിറ്റെങ്കിലും ചുരുങ്ങിയത് സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കണം. അതിൽ ഏത് സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് പിന്നെ കൂടുതൽ പഠിക്കണം എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് എടുക്കാം. പ്രത്യേകിച്ച് പ്രിലിംസിൻ്റെ സമയത്തൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പഠിച്ചാൽ മനസ്സിൽ നിൽക്കാൻ പറ്റുന്ന ടോപ്പിക്ക്, നിങ്ങൾക്ക് തോന്നുന്ന ടോപ്പിക്കൊക്കെ തിരഞ്ഞെടുത്തിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഏതായിരുന്നാലും ഈ ടൈമിൽ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി നിങ്ങൾ സമയം മാറ്റി വെക്കുക. പിന്നെ 9:15 മുതൽ 9:45 വരെയുള്ള ഒരു 30 മിനിറ്റ് സമയം നിങ്ങൾ ഏതെങ്കിലും PYQ ഡിസ്കഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും പീരിയോഡിക്കൽസ് ഒക്കെ വായിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തൊഴിൽ വാർത്ത പോലെ, തൊഴിൽ വീതി പോലെ, PSC ബുള്ളറ്റിൻ പോലെ ഏതാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, ഞാൻ ഇന്നത് നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാം ഒന്നിനൊന്ന് ബെറ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിലൊരു പീരിയോഡിക്കൽസ് അല്ലെങ്കിൽ 3 ചെയ്താലൊന്നും കുഴപ്പമില്ല. ഏതായിരുന്നാലും അത് വായിക്കാൻ വേണ്ടി ഒരു അരമണിക്കൂർ സമയം മാറ്റി വെക്കുക. ഒന്നുകിൽ PYQ അല്ലെങ്കിൽ ഇത് വായിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ 1-2 ദിവസങ്ങളിൽ ഇന്നിപ്പോൾ PYQ ആണെങ്കിൽ നാളെ നിങ്ങൾക്ക് പിന്നെ പീരിയോഡിക്കൽസ് വായിക്കാം. ആ രീതിയിൽ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞു ഹോളിഡേ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ, ജോലിക്ക് പോകാത്ത വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ ഒരു ഷെഡ്യൂളിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഷെഡ്യൂൾ ഒരു 5:15 എഴുന്നേൽക്കുക. ഒരു 5 മണിക്ക് എഴുന്നേൽക്കുക. ഒരു 5:15 മുതൽ നമ്മുടെ പഠനം ആരംഭിക്കുക. 5:15 ടു 5:45 റിവിഷൻ. ഇപ്പോൾ ഹോളിഡേ ആണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും കുറച്ച് നേരത്തെ എഴുന്നേൽക്കാറുണ്ട്. ഹോളിഡേ കുറച്ചുകൂടി ഉറങ്ങാന്നുള്ള ഇതൊക്കെ ഒരു മണിക്കൂർ കൂടി കൂടുതൽ ഉറങ്ങുന്ന രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം. അതുകൊണ്ട് ഇത് ഹോളിഡേ ദിവസത്തിനും പറ്റുന്ന പ്ലാനാണ്. അതോടൊപ്പം ഈ ജോലിക്ക് ഒന്നും പോവാത്ത വീട്ടമ്മമാരുണ്ടെങ്കിൽ അവർക്കും പറ്റുന്ന ഒരു പ്ലാനാണ് ഇത്. 5:15 മുതൽ 5:45 വരെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റിവിഷൻ ഉള്ള സമയം. 6:15 ടു 7:15
അപ്പോൾ 5:45 ടു 6:15 നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്രേക്ക് തന്നെയാണ്. 6:15 ടു 7:15 ഒരു പുതിയ ടോപ്പിക്ക് അല്ലെങ്കിൽ നമുക്കറിയാം വീക്കിലി ഒരു റിവിഷൻ ആവശ്യമുണ്ട്. അപ്പോൾ റിവിഷന് വേണ്ടി മാറ്റിവെക്കാം സമയം. പിന്നെ 7:30 ടു 8, 7:15 ടു 7:30 15 മിനിറ്റ് ഒരു ബ്രേക്ക് എടുക്കാം. പിന്നെ 7:30 ടു 8 മണിക്ക് വീണ്ടും നമ്മൾ മലയാളം ഇംഗ്ലീഷ് വൊക്കാബുലറി പഠിക്കാൻ വേണ്ടി സമയം മാറ്റിവെക്കാം. പിന്നെ 8 ടു 9 ഒരു പുതിയ ടോപ്പിക്ക് അല്ലെങ്കിൽ റിവിഷന് വേണ്ടി സമയം മാറ്റിവെക്കുക. ഈ റിവിഷൻ ഞാൻ പറയാൻ കാരണം ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റിവെക്കണം. അപ്പോൾ അത് ഈ പിന്നെ ഹോളിഡേ എന്ന് പറയുന്നത് വീക്കെൻഡ് ഹോളിഡേ ആണെങ്കിൽ അന്ന് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് റിവിഷൻ ആയിരിക്കും വേണ്ടി വരാം. ഇനി റിവിഷൻ കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ പുതിയ ടോപ്പിക്ക് പഠിക്കാം. ആദ്യം റിവിഷനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. വീക്കിൽ ഒരു ദിവസം റിവിഷന് വേണ്ടി മാത്രം മാറ്റിവെക്കണം. ആഴ്ച പഠിച്ച മുഴുവൻ കാര്യങ്ങളും വന്ന് റിവൈസ് ചെയ്യണം. എന്നിട്ട് ഫുൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള സമയത്ത് നിങ്ങൾക്ക് പുതിയ ടോപ്പിക്ക് പഠിക്കാം. പിന്നെ ഒരു 9 ടു 9:30 നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം. 9:30 ടു 10:30 മാത്സിലുള്ള ഏതെങ്കിലും ഒരു എക്സാമിൻ്റെ ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളത് ചെയ്യുന്ന സമയത്ത് 1-2 ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തതുണ്ടാവും. ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവും. അപ്പോൾ ഏത് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തത് നോക്കുക. അല്ലെങ്കിൽ എന്താണോ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടാത്ത ഭാഗം എന്ന് വെച്ചാൽ ആ ഭാഗം ഒന്ന് കൃത്യമായിട്ടൊന്ന് പഠിക്കാൻ വേണ്ടി ഒരു സമയം മാറ്റി വെക്കുക. ആ ഭാഗത്ത് ഒരു 3-4 ക്വസ്റ്റ്യൻ എക്സ്ട്രാ നിങ്ങൾ എവിടെയെങ്കിലും സംഘടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് കണ്ടിട്ടോ ഒക്കെ ആ സമയത്ത് നിങ്ങൾ പിന്നെ അതുകൂടി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് നിങ്ങൾ മാത്സിൽ ഒരു ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും 2-3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതിൽ ചെയ്യാൻ അറിയാത്തത് പറ്റാത്തത് ഉണ്ടാകും. അപ്പോൾ അത് ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ ഇക്വേഷൻ അറിയാത്ത കാര്യമാണെങ്കിൽ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിക്കുക. അതല്ലാതെ ചെയ്യേണ്ട രീതി എങ്ങനെയെന്ന് അറിയാത്തത് കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ ആ സബ്ജക്റ്റിലുള്ള അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് വീഡിയോസ് കിട്ടും. നല്ല വീഡിയോസ് ഏതെങ്കിലും കണ്ടിട്ട് നിങ്ങൾക്കത് അതൊന്ന് തറവാക്കിയിട്ട് പോകാൻ പറ്റും. പിന്നെ നമ്മൾ ഒരു 11 ടു 12 മണി നമുക്ക് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂ ടോപ്പിക്ക് അല്ലെങ്കിൽ റിവിഷന് വേണ്ടി സമയം മാറ്റിവെക്കാം. അപ്പോൾ ഉച്ചവരെയുള്ള ഷെഡ്യൂൾ കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമുക്കൊരു 3 മണി വരെ 12 ടു 3 മണി വരെ ഒരു ബ്രേക്കിൻ്റെ ടൈമാണ്. അങ്ങനെ നമ്മുടെ പിന്നെ എന്തെങ്കിലും പരിപാടി പ്രത്യേകിച്ച് ഹോളിഡേ ആകുമ്പോൾ കല്യാണങ്ങളോ പിന്നെ വിഷയങ്ങളൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് ഒരു ബ്രേക്ക് ഇട്ടത്. അപ്പോൾ അല്ലാത്ത ആളുകൾക്ക് ആ സമയത്ത് പഠിക്കാം. അപ്പോൾ പിന്നെ 3 മണി ടു 4 മണി നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ വേണ്ടി, അപ്പോൾ വീക്കിലി 1 മണിക്കൂർ നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ മാറ്റി വെക്കണം. അത് ഈ സമയങ്ങളൊക്കെ അങ്ങോട്ടും കൊണ്ടൊക്കെ നിങ്ങൾ തിരക്കിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഞാൻ ഏകദേശം ഒരു സമയമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ചിലപ്പോൾ 2 മണിക്ക് ഫ്രീ ആയിരിക്കും, 3 മണിക്ക് ശേഷം ഫ്രീ ആവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 ടു 3 നിങ്ങൾക്ക് പഠിക്കാം. അത് നിങ്ങൾ ഒഴിവ് പോലെ നിങ്ങളത് ക്രമീകരിക്കാം. പിന്നെ 4 ടു 4:30 ഒരു ബ്രേക്ക് എടുക്കാം. 4:30 ടു 5:30 നമുക്കൊരു PYQ ഡിസ്കഷൻ ആക്കാം. PYQ എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മുടെ സബ്ജക്റ്റ് പ്രത്യേകിച്ച് ആ ഒരാഴ്ച പഠിച്ചിട്ടുള്ള നമ്മൾ റിവൈസ് ചെയ്തിട്ടുള്ള ടോപ്പിക് ഉണ്ടാവുമല്ലോ. ഈ ടോപ്പിക്കിൽ നിന്നുള്ള PYQs നമുക്ക് എവിടെയെങ്കിലും സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസിദ്ധീകരണങ്ങളിൽ വന്നതോ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടോ ഒരു PYQ ഡിസ്കഷൻ നടത്തുക. ഒരു 4:30 ടു 5:30. പിന്നെ 5:30 6 മണി വരെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പീരിയോഡിക്കൽസ് വായിക്കാനുള്ള സമയമായിട്ട് മാറ്റി വെക്കാം. പിന്നെ 7 ടു 8 പുതിയ ടോപ്പിക്ക് എടുക്കാം. 7 മണി മുതൽ 8 മണി വരെ പുതിയ ടോപ്പിക്ക് പഠിക്കാം. 8:30 ടു 9 മണി വരെ വൊക്കാബുലറി പഠിക്കാൻ വേണ്ടിയുള്ള സമയമായിട്ട് മാറ്റി വെക്കാം. ഈ രീതിയിലാണ് ഹോളിഡേ പ്ലാന് നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ സബ്ജക്റ്റിനും എത്ര ദിവസം മാറ്റി വെക്കണം, സ്പെഷ്യൽ ടോപ്പിക്കിന് എത്ര മാറ്റി വെക്കണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന് മുമ്പ് ടാൻഡം PSCയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് പ്ലസ് മെയിൻസ് ബാച്ച് 1 ആരംഭിച്ചിട്ടുണ്ട്. ബാച്ച് 2 ജനുവരി 15 ആരംഭിക്കാൻ പോവുകയാണ്. അതോടൊപ്പം പ്രിലിംസിന് മാത്രമായിട്ടുള്ളൊരു ബാച്ചും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഇതിൽ പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യാം. 7034 327 690 9544 166 690. ഈ 2 നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നമ്മൾ ചെറിയൊരു ഫീസാണ് ഇതിന് ഈടാക്കുന്നത്. 1999 രൂപ മാത്രമാണ് പ്രിലിംസ് പ്ലസ് മെയിൻസ് ബാച്ചിൻ്റെ ഫീസായിട്ട് വരുന്നത്. ഇനി പ്രിലിംസ് മാത്രമാണെങ്കിൽ 899 രൂപയുടെ ഫീസേ വരുന്നുള്ളൂ. ഇതൊരു ഫീസായിട്ട് ഈടാക്കല്ല. നിങ്ങൾ LSTSൻ്റെ എക്സാമൊക്കെ നമ്മൾ ഫോളോ ചെയ്ത ആളുകളാണെങ്കിൽ അറിയാം. അതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടായിരുന്നു പ്രൊവൈഡ് ചെയ്തിരുന്നത്.
അപ്പോൾ ഇത് ഇത്രയും സമയം ഒരു 8-10 മാസത്തോളം നമുക്ക് ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ചിലവുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അത് ആ ഒരു ചിലവ് എക്സ്പെൻസ് മീറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ചെറിയൊരു എമൗണ്ട് നിങ്ങൾ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. നിങ്ങളെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയാണ്. പല ആൾക്കാർക്കും സംശയമുണ്ട്, ഇത്ര ചെറിയൊരു ഫീസിന് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ നിന്നൊരു ലാഭമൊന്നും പ്രതീക്ഷിച്ചിട്ട് ചെയ്യുന്നതല്ല. ഉദ്യോഗാർത്ഥികളെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു കോഴ്സ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ ആ ഒരു 12 വർഷത്തോളം തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് നമ്മൾ LSTS നിങ്ങൾക്ക് അറിയാം, കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങളെ പഠിപ്പിച്ചത് കൊണ്ട് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ കുറഞ്ഞ സമയത്തെ റാൻഡം PSCയുടെ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ആ രീതിയിൽ കൃത്യമായിട്ട് ഈ സ്പെഷ്യൽ ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒക്കെ ഒരു തദ്ദേശ സ്വയംഭരണ വകുപ്പിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്ന പദ്ധതികളെ കുറിച്ചിട്ടും അതിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടും ഒക്കെയാണ് ഈ സിലബസിൽ വരുന്ന ഭൂരിപക്ഷം ഭാഗവും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആ ഭാഗമൊക്കെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്ത് തരാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. പറ്റുന്ന ആളുകളൊക്കെ ആ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നമ്മൾ ജനുവരി ടു ഏപ്രിൽ, അതായത് പ്രിലിംസിൻ്റെ മുമ്പ് നമ്മളെ ഒരു ടൈം ടേബിൾ എങ്ങനെ, കലണ്ടർ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്കറിയാം ഇത് ജനുവരി ഒരു 14 ഇന്ന് 15 കഴിഞ്ഞ് 16 മുതലുള്ള പ്ലാനാണ്. അപ്പോൾ ജനുവരിയിൽ നമുക്കൊരു 16 ദിവസം കിട്ടും. 16 മുതൽ 31 വരെ 16 ദിവസം കിട്ടും. ഫെബ്രുവരിയിൽ 28 ദിവസം കിട്ടും. 2025 ഫെബ്രുവരി ലീപ്പ് ഇയർ ഒന്നും അല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് 28 ഡേയ്സ് കിട്ടും. മാർച്ചിലാണെങ്കിൽ നമുക്കൊരു 31 ഡേയ്സ് കിട്ടും. ഏപ്രിലിൽ ഒരു 30 ഡേയ്സ്. അങ്ങനെ മൊത്തം 105 ദിവസമാണ് നമുക്ക് പ്രിലിംസിന് മുമ്പായിട്ട് നമ്മുടെ കലണ്ടറിൽ കിട്ടുന്നത്. ഇനി പിന്നെ പ്രിലിംസ് അങ്ങോട്ട് നീളുന്തോറും നമുക്ക് ആ സമയം കൂടുതൽ കിട്ടും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കലണ്ടർ അറേഞ്ച് ചെയ്യേണ്ടി വരും. തൽക്കാലം ഇപ്പോൾ ഒരു മെയ് തുടക്കത്തിൽ തന്നെ എക്സാം നടക്കും എന്നുള്ള രീതിയിലുള്ള, കാരണം മെയ് ടു ജൂണാണ് പറഞ്ഞിട്ടുള്ളത്, മെയ് ടു ജൂലൈ ആണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ മെയ് തുടക്കത്തിൽ തന്നെ എക്സാം നടക്കുന്ന ഒരു സ്റ്റേജോ ചിലപ്പോൾ മെയ് ഫസ്റ്റിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള അറേഞ്ച്മെൻ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഏപ്രിൽ 30 വരെ നമുക്കൊരു 105 ദിവസമാണ് ഇനി കിട്ടുക. ഈ 105 ദിവസത്തിൽ ഒരു 10 ദിവസം വീക്ക്ലി റിവിഷനും 10 ദിവസം മന്ത്ലി റിവിഷനും പോകും. അതായത് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നമ്മൾ റിവിഷന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു മാസത്തിൽ തന്നെ അവസാനത്തെ ഒരു 3 ദിവസം നമുക്ക് ആ മാസം മൊത്തം പഠിച്ചത് റിവൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കും. അങ്ങനെ വരുമ്പോൾ ഈ ഒരു 85 ദിവസത്തിൽ, ഈ ഒരു 105 ദിവസത്തിൽ ഒരു 20 ദിവസം നമുക്ക് റിവിഷന് വേണ്ടി പോകും. ബാക്കി 85 ദിവസമാണ് നമുക്ക് ഫ്രഷ് ആയിട്ട് പഠിക്കാൻ വേണ്ടി കിട്ടുക. ആ 85 ദിവസത്തെ കലണ്ടർ നമുക്ക് ആദ്യം ഒന്ന് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് പ്രിലിംസിൻ്റെ സിലബസിൽ എല്ലാ ദിവസവും നമ്മൾ പ്രിലിംസും മെയിൻസും നമ്മൾ പറഞ്ഞു രാത്രി ഒരു മണിക്കൂർ നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതല്ലാത്ത സമയം മാക്സിമം നമ്മൾ പ്രിലിംസിൻ്റെ ടോപ്പിക്കിന് വേണ്ടിയാണ് നമ്മൾ സമയം കണ്ടെത്തുന്നത്. അപ്പോൾ ഈ 85 ദിവസം ഏതൊക്കെ പ്രിലിംസ് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് നമ്മളിതിൽ നോക്കുന്നത്. അപ്പോൾ ഹിസ്റ്ററി നമുക്കറിയാം, ഒരു 10 ദിവസം നമ്മൾ ഹിസ്റ്ററിക്ക് വേണ്ടി മാറ്റി വെക്കണം. 10 ദിവസം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി 10 നമുക്ക് 20 ഹാഫ് ഡേ ആക്കി മാറ്റാം. കാരണം നമ്മൾ ഒരു ദിവസം തന്നെ രണ്ട് ന്യൂ ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ ടൈം ടേബിളിൽ. അപ്പോൾ ഒരു ടോപ്പിക്കും ഒന്നിലൊരു സബ്ജക്റ്റും മറ്റൊരു സബ്ജക്റ്റുമാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഈ 10 ഉള്ളത് 20 ആക്കാം. അല്ലെങ്കിൽ രണ്ടും ഹിസ്റ്ററി മാത്രം പഠിക്കുകയാണെങ്കിൽ, ഒരു ദിവസം ഫുള്ള് ഹിസ്റ്ററി മാത്രം പഠിക്കുകയാണെങ്കിൽ മൊത്തം 10 ദിവസം നമുക്ക് ഹിസ്റ്ററിക്ക് വേണ്ടി കിട്ടും. അതല്ല നമ്മൾ പകുതി ഹിസ്റ്ററിയും പകുതി ജോഗ്രഫിയും അല്ലെങ്കിൽ പകുതി എക്കണോമിക്സ് വരെ ഏതെങ്കിലും ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 20 ദിവസം വരെ നമുക്ക് ഹിസ്റ്ററിക്ക് എടുക്കാം. അങ്ങനെ പറഞ്ഞാൽ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അതായത് ഒരു ദിവസം ഫുള്ള് ഹിസ്റ്ററി മാത്രം പഠിക്കുകയാണെങ്കിൽ അങ്ങനെ 10 ദിവസം നിങ്ങൾക്ക് പഠിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ദിവസത്തെ ഹാഫ് ആക്കിയിട്ട് ഒരു ഹാഫിൽ ഹിസ്റ്ററിയും ഒരു ഹാഫിൽ ജോഗ്രഫിയും പഠിക്കുകയാണെങ്കിൽ അങ്ങനെ മൊത്തം 20 ദിവസം വരെ നിങ്ങൾക്ക് എടുക്കാം. ജോഗ്രഫിക്കും നമ്മൾ 10 ദിവസമാണ് മാറ്റി വെച്ചിട്ടുള്ളത്. പിന്നെ എക്കണോമിക്സിന് ഒരു 8 ദിവസം, സിവിക്സിന് ഒരു 8 ദിവസം, കോൺസ്റ്റിറ്റ്യൂഷന് 8 ദിവസം, കമ്പ്യൂട്ടർ സയൻസിന് 8 ദിവസം, സയൻസ് ആൻഡ് ടെക്നോളജിക്ക് 8 ദിവസം, പിന്നെ ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന പ്രിലിംസിന്റെ സിലബസിൽ ഒരു ഭാഗമുണ്ട്, അതിനും 8 ദിവസം വേണം. പിന്നെ കറണ്ട് അഫയേഴ്സിൽ നമുക്ക് ഒരു 6 ദിവസം വെക്കുന്നുണ്ട്. അതോടൊപ്പം ഡെയിലി വീക്കിലി ഒരു 1 ഹവർ നമ്മൾ അതിനു വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഒരാഴ്ച നമുക്ക് 1 മണിക്കൂർ നമ്മൾ അതിനു വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഈ ഹോളിഡേയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ഹോളിഡേ കലണ്ടറിൽ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യണം, 1 മണിക്കൂർ കറണ്ട് അഫയേഴ്സിന് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഈ ഹോളിഡേ ഉള്ള ദിവസങ്ങളിലൊക്കെ 1 മണിക്കൂർ കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാറ്റി വെക്കാം. പിന്നെ അതേപോലെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി പറഞ്ഞതുപോലെ 6 ദിവസം നമ്മൾ എടുക്കാം. അതോടൊപ്പം ഡെയിലി 1 മണിക്കൂർ നമുക്ക് അതിന്റെ വർക്കൗട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ, ഡെയിലി അല്ല വീക്കിലി 1 മണിക്കൂർ
മാത്സ് വർക്കൗട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് മാറ്റിവെക്കാം. അപ്പോൾ മാത്സിനും കറണ്ട് അഫയേഴ്സിനും വീക്ക്ലി 1 hour ഉണ്ട്. അതിന് പുറമെ ഒരു 6 days വെച്ചിട്ട് നമുക്ക് അതിന് മാറ്റിവെക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് ഒരു ദിവസം അധികമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ചില സബ്ജക്റ്റ് ഇത്ര പഠിക്കാനുണ്ടാവില്ല. ഒരു പക്ഷേ നിങ്ങൾ BSc ഫിസിക്സ് ആണെങ്കിൽ അല്ലെങ്കിൽ MSc ഫിസിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സിന് കൂടുതൽ സമയം വേണ്ടി വരില്ല, ജസ്റ്റ് റിവിഷനെ വേണ്ടി വരുള്ളൂ. അപ്പോൾ ആ ദിവസം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറവാണ് എന്ന് തോന്നുന്ന സബ്ജക്റ്റിന് വേണ്ടി മാറ്റിവെക്കാം. ഓക്കെ. പിന്നെ ഇംഗ്ലീഷിന് നമ്മളൊരു 2.5 ദിവസം പഠനത്തിന് വേണ്ടി സ്പെഷ്യൽ മാറ്റി വെക്കണം. അതോടൊപ്പം നമ്മൾ ഡെയിലി ഒരു 15 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട് അല്ലേ വൊക്കാബുലറി പഠിക്കാനായിട്ട്. ആ 15 മിനിറ്റിന് പുറമെ ഒരു 2.5 ദിവസം നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതേപോലെ മലയാളത്തിനും 2.5 ദിവസം മാറ്റി വെക്കാം, പ്ലസ് 15 മിനിറ്റ്സ് ഡെയിലി. ആ രീതിയിലാണ് നമ്മൾ 85 ദിവസത്തെ കലണ്ടർ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ഏകദേശം ഒരു രൂപമാണ്. നിങ്ങൾക്ക് ഇതിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും. കാരണം നമുക്കറിയാം ഹിസ്റ്ററി 10 ദിവസമൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ LDCക്ക് പഠിച്ചിട്ടുണ്ടാകും, 10th പ്രിലിംസിന് പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഹിസ്റ്ററി അത്രയൊന്നും പഠിക്കേണ്ടതില്ല, ഇനി കുറച്ചേ പഠിക്കാനുള്ളൂ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ സമയം അവിടെ കുറച്ചിട്ട് അത് വേറെ ഏത് ടോപ്പിക്കിനാണോ ഏത് സബ്ജക്റ്റിനാണോ നിങ്ങൾക്ക് കൂടുതൽ സമയം വേണ്ടത് അതിനു വേണ്ടി നിങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മളൊരു 85 ഡേയ്സിനുള്ള പ്രിലിംസ് വരെയുള്ള കലണ്ടറാണ്. 85 ഡേയ്സിനുള്ള കലണ്ടറാണിത്. ഇനി നമുക്ക് മെയ് ടു ജൂലൈ, അതായത് നമ്മൾ മെയ് തുടക്കത്തിൽ എക്സാം നടക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ മെയ് മുതൽ ജൂലൈ വരെ നമ്മൾ എങ്ങനെ സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. പിന്നെ മെയിൻസിന് വേണ്ടി എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മെയ് ടു ജൂലൈ നോക്കുമ്പോൾ നമ്മൾ ഓഗസ്റ്റ് 1 എക്സാം നടക്കുന്നു എന്നുള്ള ആ ഒരു രീതിയിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ അത് സെപ്റ്റംബറിലേക്കോ ഒക്ടോബറിലേക്കൊക്കെ എക്സാം നീണ്ടേക്കാം. അപ്പോൾ ടൈം ടേബിൾ വരുന്നതിനനുസരിച്ച് നമുക്ക് ഷെഡ്യൂൾ മാറ്റി ചെയ്യാൻ പറ്റും. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഓഗസ്റ്റ് 1 തന്നെ എക്സാം നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമുക്ക് പഠനം സെറ്റ് ചെയ്യാം. അപ്പോൾ ജൂലൈ 31 വരെ നമുക്ക് മൊത്തം 92 ദിവസമാണ് കിട്ടുക. മെയ്യിൽ ഒരു 31 ദിവസം, ജൂണിൽ 30 ദിവസം, ജൂലൈയിൽ 31 ദിവസം, അങ്ങനെ മൊത്തം 92 ദിവസമാണ് നമുക്ക് കിട്ടുക. അതിൽ നമുക്ക് ഒരു 10 ദിവസം മന്ത്ലി റിവിഷന്, 14 ദിവസം വീക്ക്ലി റിവിഷനൊക്കെ നമുക്ക് പോകും. പിന്നെ പ്രിലിംസ് എക്സാം ആയിട്ട് ഒരു 3 ദിവസം പോകും. നമുക്ക് എക്സാം ആയിട്ടും അതിൻ്റെ തലേ ദിവസത്തെ 2 ദിവസം ഒന്നും നമുക്ക് മറ്റൊന്നും നോക്കാൻ കഴിയില്ല. പ്രിലിംസിന് വേണ്ടി നമുക്ക് റിവിഷനൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു 3 ദിവസം നമ്മൾ പ്രിലിംസിന് വേണ്ടി മാറ്റി വെക്കാം. ഈ ഒരു പീരീഡിൽ എന്നാണ് നമുക്ക് പ്രിലിംസ് എക്സാം വരുന്നത് അന്നും അതിൻ്റെ തലേ 2 ദിവസവും നമുക്ക് പ്രിലിംസ് എക്സാമിന് വേണ്ടി മാറ്റി വെക്കാം. ബാക്കിയുള്ള ദിവസങ്ങളാണ് നമ്മൾ പിന്നെ മൊത്തം ഒരു 65 ദിവസമാണ് പിന്നെ ബാക്കി നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനായിട്ട് കിട്ടുക. പഠിക്കാനായി കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം 14 ദിവസം വീക്ക്ലി റിവിഷൻ ഉണ്ട്, 10 ദിവസം മന്ത്ലി റിവിഷൻ ഉണ്ട്. ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് റിവിഷൻ്റെ ടൈം കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്ത് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഈ 65 ദിവസം നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നാണ് നോക്കുന്നത്. ഈ 65 ദിവസം നമുക്ക് 30 ദിവസം പേപ്പർ 1നും 35 ദിവസം പേപ്പർ 2നുമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. കാരണം പേപ്പർ 2 ആണ് നമുക്ക് കൂടുതൽ തീരെ പഠിക്കാത്തത് അല്ലേ. സ്പെഷ്യൽ ടോപ്പിക് കുറച്ചേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു 5 ദിവസം കൂടുതൽ എടുക്കുന്നുണ്ട്. മാത്രമല്ല നമ്മളൊക്കെ പുതിയ ടോപ്പിക്കുകളാണ്. ഒക്കെ പഠിക്കാനുള്ളത് കുറവാണ് അപേക്ഷിച്ചിട്ട്. പേപ്പർ 1നെ അപേക്ഷിച്ച് പഠിക്കാനുള്ള ഏരിയ പേപ്പർ 2ൽ കുറവാണ്, സബ്ജക്റ്റ് കുറവാണ്. ചെറിയ ചെറിയ സബ്ജക്റ്റുകൾക്ക് തന്നെ കൂടുതൽ മാർക്കുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗം നിങ്ങൾ നന്നായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ കുറച്ചുകൂടി നല്ലത് പേപ്പർ 2 ആണ്. അപ്പോൾ അതുകൊണ്ട് പേപ്പർ 2ന് ഒരു 35 ദിവസവും പേപ്പർ 1ന് 30 ദിവസവുമാണ് നമ്മൾ അനുവദിച്ചിട്ടുള്ളത്. അതിൽ ഹിസ്റ്ററി നമ്മൾ നേരത്തെ കുറേ പഠിച്ചതാണ്, 10 ദിവസമൊക്കെ പഠിച്ചതാണ് പ്രിലിംസിന് വേണ്ടി അല്ലേ. ഇനി അതിൻ്റെ ജസ്റ്റ് റിവിഷനെ വേണ്ടി വരുള്ളൂ. ഏറെക്കുറെ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും സിലബസ് ഒന്ന് തന്നെയാണ്. അപ്പോൾ ഹിസ്റ്ററി 7 മാർക്കാണ് ഇവിടെ ഉള്ളത്. അതിനൊരു 5 ദിവസം നമ്മൾ ഹിസ്റ്ററി മെയിൻസിൻ്റെയും പ്രിലിംസിൻ്റെയും ഇടയിൽ നമുക്ക് പഠിക്കാനായിട്ട് വേണ്ടി വരും. ജോഗ്രഫിക്ക് ഒരു 5 ദിവസം വെക്കാം. ഇനി നമ്മൾ പിന്നെ പ്രിലിംസിന് ഏകദേശമൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, റിവിഷൻ ചെയ്താൽ മതി, അത്രയൊന്നും വേണ്ട തോന്നുകയാണെങ്കിൽ ഈ സമയമൊക്കെ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി കൊടുക്കാം കേട്ടോ. ഏതായിരുന്നാലും പ്രിലിംസ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മെയിൻസിന് വേണ്ടി പഠിക്കുമ്പോഴും നേരത്തെ പഠിച്ച കാര്യം ഒന്നുകൂടി പൊടി തട്ടി പഠിക്കേണ്ടി വരും. പിന്നെ ജോഗ്രഫിക്ക് ഇതേപോലെ 5 ദിവസം. പിന്നെ എക്കണോമിക്സിന് നമ്മളൊരു 3 ദിവസം ഇവിടെ കൊടുക്കുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ എക്കണോമിക്സ് പേപ്പർ 2ലും വരുന്നുണ്ട്, കേരള അക്കാഡമിയൊക്കെ പേപ്പർ 2ൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു 3 ദിവസം പേപ്പർ 1ൽ എക്കണോമിക്സിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നുള്ളൂ. പിന്നെ ലൈഫ് സയൻസിന് ഒരു 7 മാർക്കുണ്ട്, 2.5 ദിവസമേ നമ്മൾ വെക്കുന്നുള്ളൂ. കാരണം ലൈഫ് സയൻസ് പഠിക്കാനുണ്ട്, പക്ഷെ ആപേക്ഷികമായിട്ട് നോക്കുമ്പോൾ കുറവാണ്. അപ്പോൾ അത് നമ്മൾ 2.5 ദിവസമാണ് വെക്കുന്നത്. അതുപോലെ ഫിസിക്സിന് നമ്മൾ 2 ദിവസമാണ് കൊടുത്തിട്ടുള്ളത്. കെമിസ്ട്രിക്ക് 2.5 ദിവസം. കാരണം കെമിസ്ട്രി ഫിസിക്സിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ നമുക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ അത് ഒരു 2.5 ദിവസം.
അങ്ങനെ ഇത് മൂന്നും കൂടി നമുക്ക് ഒരു 7 ദിവസം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ലൈഫ് സയൻസ് തോന്നെ പഠിക്കാനില്ല എന്ന് തോന്നുകയാണെങ്കിൽ പകരം ഫിസിക്സിനോ കെമിസ്ട്രിക്കോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ആർട്സ് ആൻഡ് ലിറ്ററേച്ചറിന് നമ്മൾ 2.5 ദിവസം കൊടുക്കുന്നുണ്ട്. 8 മാർക്ക് ഉണ്ട്. ഒരു 2.5 ദിവസം നമ്മൾ ഇവിടെയും കൊടുക്കുന്നുണ്ട്. പ്രിലിംസിന്റെ സമയത്ത് നമ്മൾ കുറച്ച് പഠിച്ചതാണ്, അതിന് ബാക്കിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ സ്പോർട്സിന് നമ്മൾ വെറും 3 മാർക്കേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2 ദിവസം സ്പോർട്സിന് വേണ്ടി മാറ്റി വെച്ചാൽ മതി. പിന്നെ ബേസിക് കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ പ്രിലിംസിന് നമ്മൾ കമ്പ്യൂട്ടർ സയൻസിന് 8 ദിവസം കൊടുത്തതാണ് അല്ലേ. അവിടെ നമ്മൾ ഏകദേശമൊക്കെ പഠിച്ചു കഴിയും. എന്നാലും അതൊന്ന് റിവൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു 2.5 ദിവസം നമ്മളിവിടെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സിന് വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. 6 മാർക്കാണുള്ളത്. അപ്പോൾ ഒരു 2.5 ദിവസം അതിനു വേണ്ടി മാറ്റി വെക്കാം. പിന്നെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വീക്കിലി നമ്മൾ 1 മണിക്കൂർ മാറ്റി വെക്കാം. അതിൻ്റെ പുറമെ നമുക്കൊരു 3 ഡേയ്സ് ഇവിടെ വെക്കാം. ഒരു 3 ദിവസം പുറമെ എല്ലാ ആഴ്ചയിലും 1 മണിക്കൂർ നമുക്ക് അതിനു വേണ്ടി മാറ്റി വെക്കാം. ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ നമുക്ക് ഡെയിലി 15 മിനിറ്റ് പഠിച്ചു പോന്നാൽ മതി. അതിന് പിന്നെ നമ്മൾ പ്രത്യേകം സമയം മാറ്റി വെക്കുന്നില്ല. മലയാളത്തിനും പ്രത്യേക സമയം മാറ്റി വെക്കുന്നില്ല. ആ 15 മിനിറ്റിൽ തന്നെ നമുക്ക് ഇംഗ്ലീഷ് മലയാളം, കാരണം നമ്മൾ പ്രിലിംസിന് വേണ്ടി കുറെ പഠിച്ചതായതുകൊണ്ട് തന്നെ നമുക്കറിയാം 13 26 മാർക്കാണ് ആ ഭാഗത്തു നിന്നുള്ളത്. അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാൻ പറ്റൂല. ഈ 15 മിനിറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ ഡെയിലി പഠിച്ചിരിക്കണം. അങ്ങനെ മൊത്തം 30 ഡേയ്സിനുള്ള കലണ്ടർ നമുക്കായി. ഇനി ഒരു 35 ദിവസം കൂടി ഉണ്ട്. 35 ദിവസത്തിന് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് അറേഞ്ച് ചെയ്യാം. പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് സ്പെഷ്യൽ ടോപ്പിക്കിൽ ആദ്യമായിട്ട് വരുന്നത്. 10 മാർക്കാണ് ഭാഗത്തുള്ളത്. അതിന് നമ്മൾ 4 ദിവസം, ഈ 4 ദിവസം എന്ന് പറയുന്നത് നേരത്തെ 8 ദിവസം എന്ന് പറഞ്ഞതൊക്കെ നമുക്ക് ഹാഫ് ഡേ ആയിട്ട് മാറ്റി വെക്കാം കേട്ടോ. അതായത് 4 ദിവസം എന്നുള്ള 8 ദിവസം ആക്കിയിട്ട് 8 ഹാഫ് ഡേ ആക്കിയിട്ട് അങ്ങനെയും മാറ്റി വെക്കാം. ഒരു ദിവസം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാതെ അല്ല, പകുതി പിന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുക, പകുതി പേപ്പർ 1 പഠിക്കുക. ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഏകദേശം ഒരു 4 ഫുൾ ഡേ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യണം. ഹാഫ് ഡേ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 8 ഹാഫ് ഡേ നമുക്ക് കിട്ടേണ്ടി വരും. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിനും ഇത്ര 4 ദിവസം നമുക്ക് കൊടുക്കാം. 10 മാർക്ക് ഉണ്ട്. 4 ദിവസം നമുക്ക് മാറ്റി വെക്കാം. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷന് 2 പാർട്ട് ഉണ്ട് അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറും ഉണ്ട്, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനും 2 പറയുന്നുണ്ട് സ്പെഷ്യൽ ടോപ്പിക്കിൽ. ഇത് 2 കൂടി നമ്മൾ ഒരു 7 ദിവസമാണ് നമ്മൾ മാറ്റി വെക്കുന്നത്. പിന്നെ എക്കണോമിക്സ് പേപ്പർ 2 നമ്മൾ പറഞ്ഞു. എക്കണോമിക്സിന്റെ കേരള എക്കോണമി ഉണ്ട്, അതേപോലെ കേരള മോഡൽ ഡെവലപ്മെന്റ് ഉണ്ട്. ഇത് 2 15 മാർക്ക് വീതമുണ്ട്. മൊത്തം 30 മാർക്ക് ആ ഭാഗത്തുനിന്നുണ്ട്. അതിന് നമ്മൾ 10 ദിവസം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. 10 ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. പിന്നെ എൻവയോൺമെന്റ് ആൻഡ് പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഭാഗത്ത് 2 മൊഡ്യൂളുണ്ട്. മൊഡ്യൂൾ 7 മൊഡ്യൂൾ 8. 2 10 മാർക്ക് വീതമാണുള്ളത്. 2 കൂടി നമ്മളൊരു 7 ദിവസം മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. 10 മാർക്കാണ് ഇ ഗവേണൻസിനുള്ളത്. നമ്മളിവിടെ 3 ദിവസം മാറ്റി വെക്കുന്നുള്ളൂ. കാരണം ഇ ഗവേണൻസ് ഒക്കെ നമുക്ക് പ്രിലിംസിന്റെ സമയത്ത് തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുന്നുണ്ട്. നമ്മുടെ പിന്നെ ടാൻഡം PSCയുടെ ക്ലാസ്സുകളിലൊക്കെ ഇ ഗവേണൻസ് ഏകദേശം പകുതിയോളം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ആ രീതിയിൽ നമ്മൾ ഇ ഗവേണൻസ് കൃത്യമായിട്ട് ഫസ്റ്റ് തന്നെ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്കൊരു 3 ദിവസം കിട്ടിയാൽ തന്നെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ നമ്മൾ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ജൂലൈ 31 വരെയുള്ള ഷെഡ്യൂളാണ്. നമ്മൾ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ഒക്കെയാണ് എക്സാം നടക്കുന്നതെങ്കിൽ വീണ്ടും ഒരുപാട് സമയം കിട്ടും. അപ്പോൾ വീണ്ടും നമുക്ക് പഠിച്ച ഭാഗം തന്നെ കൂടുതൽ സമയം കൊടുത്തിട്ട് ആഴത്തിൽ പഠിക്കാനുള്ള സമയം കിട്ടും. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ രീതിയിൽ ഒരു കലണ്ടർ ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ തയ്യാറായിട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ അടുത്ത സെക്രട്ടറി അസിസ്റ്റന്റ് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾ ഉയർന്ന 100 റാങ്കിൽ തന്നെ നിങ്ങൾക്ക് പെടാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാ തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട്, തിരക്കുകൾക്കൊക്കെ സമയമുണ്ട്, നമുക്ക് ഇതിനിടയിലൊക്കെ സമയങ്ങൾ ബ്രേക്ക് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ആ സമയത്തേക്കൊക്കെ നിങ്ങളുടെ തിരക്കുകൾ ക്രമീകരിക്കുകയും അതല്ലാതെ ഇനി എന്തെങ്കിലും തിരക്കുകൾ കാരണം നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം നഷ്ടപ്പെടുകയാണെങ്കിൽ ആ സമയം കൂടി നിങ്ങൾ തൊട്ടടുത്ത ദിവസം തൊട്ടടുത്ത ആ ഒരു വീക്കിൽ തന്നെ ഓരോ മണിക്കൂർ പഠനം കൂട്ടിയിട്ടൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരാഴ്ച ഒരു ട്രിപ്പ് പോകാനുണ്ട്. അപ്പോൾ ഈ ട്രിപ്പ് പോകാണ്ട് ഇപ്പോൾ തിങ്കളാഴ്ച നിങ്ങളൊരു ട്രിപ്പ് പോവുകയാണെങ്കിൽ ബാക്കിയുള്ള ചൊവ്വ മുതൽ ശനി വരെയുള്ള അല്ലെങ്കിൽ ഞായർ വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എക്സ്ട്രാ ഈ ദിവസം കട്ടായ 4 മണിക്കൂർ അവിടെ മേക്കപ്പ് ചെയ്യണം. ഡെയിലി ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറൊക്കെ കൂട്ടിയെടുത്തിട്ട് ആ പോയ ദിവസം അല്ലെങ്കിൽ നിങ്ങൾക്ക് കല്യാണമോ വിഷയമോ എന്തെങ്കിലും ആഘോഷങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനൊക്കെ വേണ്ടി നിങ്ങൾ സമയം മാറ്റി വെക്കുകയാണെങ്കിൽ ആ വീക്കിൽ തന്നെ അത് പിന്നെ വേറെ എവിടെയെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ടൈം നിങ്ങൾ കണ്ടെത്തണം. ഇനി ഒരു നിമിഷം പോലും നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെടുത്താനില്ല. ഇത് തന്നെ നമുക്ക് ടൈറ്റ് ഷെഡ്യൂളാണ് അല്ലേ. അപ്പോൾ ഇതിനേക്കാൾ ഇനി കുറക്കാനില്ല. അതുകൊണ്ട് തന്നെ
എവിടെയെങ്കിലും നിങ്ങൾക്ക് സമയം നഷ്ടപ്പെടുകയാണെങ്കിൽ ആ സമയം നിങ്ങൾ പുറത്ത് അത് എവിടെയെങ്കിലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ സമയം ക്രമീകരിക്കാൻ വേണ്ടി ശ്രമിക്കണം. നന്നായി പഠിക്കണം. നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വലിയ ബാലികേറാമലയൊന്നുമല്ല. സിമ്പിളായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്ന, പ്രത്യേകിച്ച് നമുക്കറിയാം ഇതൊരു പുതിയ സിലബസ് ആയതുകൊണ്ട് തന്നെ 10 വർഷമായി 20 വർഷമായി പഠിക്കുന്നവർക്കൊന്നും കാര്യമായിട്ട് നിങ്ങളെക്കാൾ കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ തന്നെ ഈ ഒരു സബ്ജക്റ്റിൽ ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, സ്വന്തം പഠിച്ചാൽ മതിയോ, അല്ലെങ്കിൽ പിന്നെ കോച്ചിങ് എടുക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി നടത്തിയാൽ ഈ ഇത് കിട്ടുമോ എന്നുള്ളത് പലരും പേഴ്സണലായിട്ട് ഗ്രൂപ്പിലൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പറയുന്നത്, നിങ്ങൾ സ്വന്തമായിട്ട് സെൽഫ് സ്റ്റഡി നടത്തുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് സമയമുണ്ടോ എന്ന് നോക്കണം. കാരണം നിങ്ങളുടെ സമയത്തിന് നിങ്ങളുടെ പണത്തേക്കാൾ വാല്യൂ ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പണത്തേക്കാൾ വാല്യൂ നിങ്ങളുടെ ടൈമിനുണ്ട്. നിങ്ങളിപ്പോൾ ഈ സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ടും പാഠപുസ്തകത്തിൽ നിന്നോ വെബ്സൈറ്റുകളിൽ നിന്നൊന്നും കിട്ടൂല. ഈ സ്പെഷ്യൽ ടോപ്പിക്കിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് ഡൊമൈൻ എക്സ്പേർട്ടുകളാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നതെങ്കിൽ, ഏതെങ്കിലും കോച്ചിങ് സെന്ററിൽ പോയി ചേർന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. LSCSന് തന്നെ പലരും പെട്ടുപോയിട്ടുണ്ട്. കാരണം ഈ സ്പെഷ്യൽ ടോപ്പിക് എടുക്കാൻ വേണ്ടി കോഴ്സിന് ഫീ ഒക്കെ കൊടുത്ത് ചേർന്നു. പക്ഷേ എടുക്കുന്ന ആളുകൾക്ക് പോലും അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അങ്ങനെ തന്നെ അതുകൊണ്ടാണ് ശരിക്കും LSCSന് പോലും മാർക്ക് റേഞ്ച് വളരെ കുറഞ്ഞു പോയത്. അല്ലെങ്കിൽ നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ ആയിരുന്നു LSTS. പക്ഷെ അത് അറിയുന്ന ഡൊമൈൻ എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകൾ ആരും ക്ലാസ് എടുക്കാത്തത് കൊണ്ട് അതിൻ്റെ ഒരു മാർക്ക് ലെവൽ കുറച്ച് താന്നു പോയത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതിലും ഒരു ഡൊമൈൻ എക്സ്പേർട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന രീതിയിൽ ഒരു സ്ഥിരമായിട്ട് 10 വർഷം 20 വർഷമൊക്കെ PSC ക്ലാസ് എടുത്തൊരു അധ്യാപകനാണെങ്കിൽ പോലും ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗം ഒരുപക്ഷെ ഇതുവരെ ക്ലാസ് എടുക്കാത്ത ടോപ്പിക്കായിരിക്കും. അദ്ദേഹം പുതുതായിട്ട് പഠിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നത്. അത് കുറ്റപ്പെടുത്തല്ല, കാരണം ഈ ഒരു ടോപ്പിക് PSC സാധാരണ ചോദിക്കാത്തതായതുകൊണ്ട് ആ ഭാഗം കൂടുതലായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ പുതുതായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ ക്ലാസ് എടുത്ത് വരുമ്പോൾ അതിൻ്റെതായ കുറവുകൾ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിനൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ സ്വന്തം സെൽഫ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കുള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം നമ്മൾ ഈ പ്രിപ്പറേഷന് വേണ്ടി വരും. നമ്മൾ ക്ലാസ് പഠിക്കാൻ 1 മണിക്കൂർ മാറ്റി വെക്കാൻ പറഞ്ഞു. 1 മണിക്കൂർ പഠിക്കാനുള്ള കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒരു 3 മണിക്കൂർ നിങ്ങൾ റെഫർ ചെയ്യേണ്ടി വരും. വെബ്സൈറ്റ് ആണെങ്കിലോ പുസ്തകങ്ങളാണെങ്കിലോ ഒക്കെ റെഫർ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് വേണ്ടത് മാത്രം എവിടെയും ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് എവിടെ ഉള്ളതെന്ന് തെരഞ്ഞ് കണ്ടുപിടിച്ച് അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ഏത് ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് ഏത് എന്നുള്ളത് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് ഒഴിവാക്കി ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം എടുക്കുന്ന ആ ഒരു സമയം, ഒരു 2-3 മണിക്കൂർ, ചിലപ്പോൾ 1 മണിക്കൂർ നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടണമെങ്കിൽ 2-3 മണിക്കൂർ നിങ്ങൾക്ക് അതിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഫ്രീ ആണ്, നിങ്ങൾക്ക് ടൈം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗം ഒക്കെ ആലോചിക്കാം. അല്ലെങ്കിൽ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തേക്കാൾ നിങ്ങളുടെ പണത്തേക്കാൾ വാല്യൂ നിങ്ങളുടെ സമയത്തിനാണ്. ഇപ്പോൾ ഒരു ജോലിയിൽ എത്തിക്കഴിഞ്ഞാൽ 1 മാസത്തെ ശമ്പളം പോലും വേണ്ടപ്പോൾ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ വേണ്ടി ചിലവഴിക്കുന്ന ക്യാഷിന്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടണം എന്ന് നിർബന്ധ ബുദ്ധിയോട് കൂടി ശ്രമം നടത്തുമ്പോൾ ഒരു ചെറിയ എമൗണ്ട് ഒക്കെ ഫീസ് വരുന്നുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ആ രീതിയായിരിക്കും നല്ലത്. അതല്ല, ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആവശ്യത്തിന് സമയമുണ്ട്, റെഫർ ചെയ്യാൻ അറിയാം. റെഫർ ചെയ്യാതെ ഒരു കഴിവാണ്. പ്രത്യേകിച്ച് ടോപ്പിക് എടുത്തിട്ട് ആ ടോപ്പിക്ക് എവിടെ നിന്നൊക്കെ കിട്ടുമെന്ന് സെർച്ച് ചെയ്തിട്ട് ആ ടോപ്പിക്കിൽ നിന്ന് ഏതാണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് എന്ന് വേർതിരിച്ച് ഇമ്പോർട്ടൻ്റ് മാത്രം പഠിക്കാനുള്ള ആ ഒരു കഴിവൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ, ആവശ്യത്തിന് സമയമുണ്ട് എങ്കിൽ, ഞാൻ നിങ്ങൾക്ക് കോച്ചിങ്ങിൽ ഏതെങ്കിലും ചേരണം എന്നുള്ളത് ഞാൻ നിർബന്ധിക്കുന്നില്ല. സെൽഫായിട്ട് പഠിക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ കോച്ചിങ്ങിന് ചേരുകയാണെങ്കിൽ പോലും പേപ്പർ 2 നിങ്ങൾ കോച്ചിങ് എടുക്കുകയാണെങ്കിൽ അത് ക്ലാസ് എടുക്കുന്നത് ഡൊമൈൻ എക്സ്പേർട്ടുകളാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് ക്ലാസ് ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ സമയവും പോവും, നിങ്ങളുടെ പണവും പോവും, ഒരു കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ റെഫർ ചെയ്തിട്ട് കിട്ടുന്ന അതേ ഒരു ക്ലാസ് തന്നെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും കിട്ടുക. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ ശ്രദ്ധയോടെ ചിട്ടയോടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത്രയും സിമ്പിളാണ്. നല്ല ഒരു പോസ്റ്റാണിത്. നമ്മൾ LSTS സെക്രട്ടറിയെ പോലെയല്ല, ഇത് നല്ല പോസ്റ്റാണ്. കാരണം LSTS സെക്രട്ടറി പോസ്റ്റ് മോശമാണെന്നല്ല പറഞ്ഞത്, കുറച്ചുകൂടി വർക്ക് പ്രഷർ കൂടുതലാണ്. ഇതിൽ അത്തരം പ്രഷറൊന്നും LSTS സെക്രട്ടറി അപേക്ഷിച്ച് പ്രഷർ വളരെ കുറവാണ്. അതോടൊപ്പം പ്രമോഷൻ സാധ്യതകളും കൂടുതലാണ്. ഒരു 10 വർഷം കൊണ്ടൊക്കെ ഒരു ഗസറ്റഡ് റാങ്കിൽ തന്നെ എത്താൻ പറ്റുന്ന ഒരു പോസ്റ്റാണിത്. നല്ല ഗ്ലാമർ പോസ്റ്റാണ്. അപ്പോൾ ആ രീതിയിൽ നന്നായി കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ടാൻഡം PSC എന്ന ടെലഗ്രാം ചാനലിൽ അംഗമായിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലിൽ അംഗമാവുക. അടിപൊളിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.